കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. 10ഓളം പ്രവർത്തകർക്കും 3 പോലീസുകാർക്കും പരിക്കേറ്റു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്കായിരുന്നു മാർച്ച്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് വിവരം. ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തും. അർജുൻ കല്യാൺ നൽകുന്ന വിശദാംശങ്ങൾ. അർജുൻ, യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ്. SFI മാർച്ചിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എപ്പോഴാണ്? മറ്റു പ്രതിഷേധങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മൻസൂർ ആശുപത്രിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാർച്ച് ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ നടന്നിട്ടുള്ള SFI മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു. 10ഓളം SFI പ്രവർത്തകർക്കും 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ യുവജന സംഘടനകളെല്ലാം ആവശ്യപ്പെടുന്നത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരാതി അത് വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ആ പരാതികളെല്ലാം തന്നെ പരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രധാനപ്പെട്ട യുവജന സംഘടനകളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ന് വൈകുന്നേരം യുവമോർച്ചയുടെ അല്ലെങ്കിൽ ഈ BJP അനുകൂല വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള ഒരു മാർച്ച് കൂടി മൻസൂർ നഴ്സിംഗ് കോളേജിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ രീതിയിലുള്ള ഈ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ ഈ മൻസൂർ ആശുപത്രിയുടെ മുന്നിൽ വേദിയായി മാറുന്നത്. ആശുപത്രി കൂടിയാണ്. അതുകൊണ്ട് ഈ ഇവിടത്തേക്ക് എത്തുന്ന രോഗികൾക്ക് ഈ സമരം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ സമരക്കാരെ ആശുപത്രിയുടെ ഗേറ്റിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അതാണ് പ്രകോപനപരമായി SFI മാർച്ചിൽ ഉൾപ്പെടെ കണ്ടത്. അതുതന്നെയാണ് അത്തരത്തിൽ മാറ്റാനുള്ള ശ്രമമാണ് പിന്നീട് അത് പ്രകോപനമായി മാറുകയും SFI പ്രവർത്തകൻ്റെ തലക്കുൾപ്പെടെ ഭീകരമായ രീതിയിൽ തല പൊട്ടി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഒരു പ്രവർത്തകൻ്റെ തല പൊട്ടി ചോരയൊലിച്ചു മറ്റൊരാളുടെ പുറം നിറയെ ലാത്തി അടിയേറ്റതിൻ്റെ പാടുകൾ കൂടി നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള അതായത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൂടി കാഞ്ഞങ്ങാട് ഈ നഴ്സിംഗ് കോളേജിലെ ഈ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങൾ മാറുകയാണ്. യുവജന സംഘടനകളെല്ലാം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഈ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. മംഗലൂരുവിലെ ആശുപത്രിയിലാണ് ഈ വിദ്യാർത്ഥി ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസം ഏത് നിലയിലായിരുന്നു അതേപടി തന്നെ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും ഈ വിദ്യാർത്ഥിനി ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചില മരുന്നുകളോട് പോലും ചില പ്രതികരണങ്ങൾ നടത്താത്ത ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലാണ് വിദ്യാർത്ഥിനി ഉള്ളത്. എന്തായാലും സാധ്യമാവുന്ന ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അർജുൻ, കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിലാണ് പ്രതിഷേധം. യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉയരുന്നു.